ഈ നാട്ടിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അത് ഗുണ്ടയാണെങ്കിലും രാഷ്ട്രീയ നേതാവാണെങ്കിലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ പോലീസ് അർജുൻ ആയങ്കിക്ക് പിന്നാലെ പാഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിനെ പിടികൂടാത്തതെന്ന് വിമർശനമുയർന്നിരുന്നു. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശം നടത്തിയ TG മോഹൻദാസിനും ഒടുവിൽ പിടിവീണു. കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷമായിരുന്നു പോലീസ് നടപടി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്ന മോഹൻദാസിനെ അറസ്റ്റ് രേഖപ്പെടുത്തി തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സംഘം പരിശോധന നടത്തിയ ശേഷമാണ് TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ TG മോഹൻദാസ് നടത്തിയ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിലാണ് പോലീസ് നടപടി. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന തരത്തിലുള്ള പരാമർശമാണ് TG മോഹൻദാസ് നടത്തിയത്. സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പരാമർശത്തിനെതിരെ ആദ്യം പരാതി നൽകിയത് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോനാണ്. പിന്നാലെ നിരവധി പേരും പോലീസിൽ പരാതി നൽകി. പരാതികളുടെ അടിസ്ഥാനത്തിൽ സൈബർ സെൽ ഓപ്പറേഷൻസ് IGയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ കേസ് എടുക്കാൻ വൈകിയത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കി. പരാതികൾ ലഭിച്ച് 3-ാം ദിവസം ജൂലൈ 29-നാണ് പോലീസ് കേസെടുത്തത്. ഉദ്ദേശത്തോടെ യൂട്യൂബ് ചാനൽ വഴി വീഡിയോ പ്രചരിപ്പിച്ചെന്നാണ് FIR-ലെ ആരോപണം. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ TG മോഹൻദാസ് നടത്തിയ പരാമർശങ്ങൾ അശ്ലീലവും അധിക്ഷേപകരവുമാണെന്നും പരാതിയിൽ ആരോപണമുണ്ട്. കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് മട്ടാഞ്ചേരിയിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയതെന്നാണ് വിവരം. News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.